ഹലോ. മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ പോൾ ജോർജ് സംവിധാനം ചെയ്ത് പെപ്പെ പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ ത്രില്ലർ മൂവി കാട്ടാളനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ. ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് സിനിമ നൽകിയത്. അമ്പേ പരാജയം എന്ന് പറയാൻ പറ്റില്ല. പോസിറ്റീവ്സ് വെച്ച് തുടങ്ങാം. എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ആ ഒരു പവർഫുൾ വിഷ്വൽസ് ആണ്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ നേച്ചർ വയലൻസ് കോമ്പിനേഷനാണ് സിനിമയുടെ ഭൂരിഭാഗവും. ഈ നേച്ചർ എലമെൻറ്റ് പൊതുവെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന, പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു എലമെൻ്റാണ്. അത് ബിഗ് സ്ക്രീനിൽ വർക്കാവുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഫോറസ്റ്റ് ഫ്രെയിംസ്, എർത്തി ടോൺ, അതിൻ്റെ ആ ഒരു കളർ ഗ്രേഡിങ്, അതെല്ലാം ബിഗ് സ്ക്രീനിൽ നമുക്ക് എൻജോയബിൾ ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമയിലുടനീളം ആ ഒരു റോ ഫീലും കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിഷ്വൽസിൽ മാത്രമല്ല, ക്യാരക്ടേഴ്സിൽ പോലും ഒരു കംപ്ലീറ്റ് റോ ഫീല് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോസിറ്റീവ് റാബി ബസ്റ്റൂറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക് ആണ്. ട്രെയിലറിലാണെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു എനിക്ക്. അത് സിനിമയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. സിനിമയെ ഒന്ന് ലൈവാക്കി നിർത്താൻ മ്യൂസിക് അതിന് പറ്റുന്ന മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഒരു പുതുമ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കണ്ട മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കാണുന്ന രീതിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് പെപ്പയുടെ ഗെറ്റപ്പാണ്. കണ്ണിലെ ലെൻസൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ലുക്ക്, ഇവൻ നല്ലവനാണോ കെട്ടവനാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പ്രേക്ഷകരിൽ ലീവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗെറ്റപ്പായിരുന്നു. അത് സിനിമയിലാണെങ്കിലും ഒരു മിസ്റ്ററി പുള്ളിയുടെ ക്യാരക്ടറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൂടുതലും ആ ഒരു ഗെറ്റപ്പിൻ്റെ ആണ്. അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ സിനിമ എനിക്ക് വർക്കാവാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതിലെ ഡയലോഗ്സ് ആണ്. സിനിമയിൽ അത്യാവശ്യം വലിയൊരു താരനിരയുണ്ട്. പെപ്പെ, ജഗദീഷ്, സുനിൽ വർമ്മ, തുഷാര വിജയൻ, കബീർ ദുഹാൻ സിംഗ്, അങ്ങനെ അത്യാവശ്യം വലിയൊരു താരനിരയും കുറച്ച് ക്യാമിയോ റോൾസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർക്കാർക്കും വലിയ ഡയലോഗ്സ് ഒന്നുമില്ല. ഈവൻ പെപ്പയ്ക്കാണെങ്കിൽ പോലും കുറച്ച് മാസ് ഡയലോഗ്സ് ഒക്കെ ആ ഒരു പഞ്ചിൽ ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഡയലോഗ് ആണെങ്കിലും നമ്മളെ അത്ര പിടിച്ചിരുത്തുന്ന, നമുക്ക് ആ ഒരു ഹൈ ഫീൽ തരുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ഒന്നും ആയിരുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്നു സിനിമ വർക്കാവാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ. മറ്റൊരു കാര്യം തോന്നിയത്, ഇതുപോലുള്ള മൂവീസ്, ഈ ഒരു ആക്ഷൻ ത്രില്ലർ കൈൻഡ് ഓഫ് മൂവീസിലെ സ്റ്റോറീസ് മിക്കവാറും പ്രെഡിക്റ്റബിൾ ആയിരിക്കും. ആൻഡ് അത് അക്സെപ്റ്റബിൾ ആണ്. നമുക്ക് ഒരു പ്രത്യേക സ്റ്റോറി ലൈൻ പിടിച്ചാൽ മാത്രമാണ് ഒരു മാസ് ആക്ഷൻ നമുക്ക് തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പ്രെഡിക്റ്റബിൾ സാധനം, ഇത് എങ്ങനെയാണ് ഇവർ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും പ്രേക്ഷകനുണ്ടാവും. പക്ഷേ ഈ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്താനായിട്ട് ഡയറക്ടർക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ ഓരോ സീനും നമ്മൾ ഇതുവരെ കണ്ട രീതിയിലുള്ള, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് എന്താണോ പ്രേക്ഷകൻ വിചാരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതും. അതും സിനിമ ഒരു ആവറേജ് അനുഭവത്തിലേക്ക് പോകാനായിട്ട് ഒരു മെയിൻ റീസൺ ആണ്. ആക്ഷൻ സീക്വൻസുകൾ ഡീസൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് കോറിയോഗ്രഫി എങ്കിലും കുറച്ചും കൂടി ഒരു പുതുമ കൊണ്ടുവരുന്ന രീതിയിലാകാമായിരുന്നു. എന്താണോ കോറിയോഗ്രഫി ചെയ്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ എപ്പോഴും കമ്പയർ ചെയ്യപ്പെടുന്നത് മാർക്കോ വെച്ചിട്ടായിരിക്കും. കാട്ടാളൻ്റെ വലിയൊരു ഓഡിയൻസും മാർക്കോ ഫാൻസ് ആയിരിക്കും. മാർക്കോ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്കുണ്ട്. മുണ്ടും മടക്കി കുത്തിയുള്ള അടി മാത്രം കണ്ട് ശീലിച്ച പ്രേക്ഷകരെ വേറൊരു പുതുമയുള്ള ഫൈറ്റ് കാണിച്ചത് മാർക്കോ മൂവിയായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പുതുമ കാട്ടാളനുണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടു മറന്ന ടൈപ്പ് ഓഫ് ഒരു കോറിയോഗ്രഫി, ഫൈറ്റിംഗ് കോറിയോഗ്രഫി ആയിരുന്നു സിനിമയിലുണ്ടായിരുന്നത്. തുഷാര വിജയൻ എന്ന് പറഞ്ഞ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഫൈറ്റ് സീക്വൻസസും നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കോറിയോഗ്രഫി കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിരുന്നു. കാസ്റ്റിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഈ ഒരു ജോണറിലുള്ള മൂവീസിൽ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആവശ്യമാണ്. ഈ സിനിമയിലെ പല ക്യാരക്ടേഴ്സും ഒട്ടും സ്ട്രോങ് അല്ലാത്ത പോലെയാണ് നമുക്ക് ആസ് എ ഓഡിയൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ഒരു ആക്ഷൻ ത്രില്ലർ മൂവീസിൽ പൊതുവെ ലോജിക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ സിനിമ പ്രേക്ഷകർ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു മികവ് പുലർത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ലോജിക്കിലേക്കൊക്കെ നമ്മുടെ ഒരു ചിന്ത പോവും. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരുപാട് ലോജിക്കലി നമുക്ക് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിലുള്ള സീക്വൻസുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ മൂവി ഒരു 18+ കാറ്റഗറിയിലുള്ളൊരു മൂവിയാണ്. മാർക്കോയുടെ അത്ര ലെവലിലുള്ളൊരു വയലൻസ് ഇല്ല. കുറച്ചും കൂടി ഡീസൻ്റ് ആയിട്ടുള്ള വയലൻസ് ആണ്. പക്ഷേ ഒരിക്കലും
കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ഒരുപാട് പേര് കുട്ടികളും ഒക്കെ ആയിട്ട് വരുന്നത് കണ്ടു. പക്ഷേ കുട്ടികളുമായിട്ട് ഒരിക്കലും ഈ ടൈപ്പ് ഓഫ് മൂവീസിന് പോവാതിരിക്കുക. ട്രെയിലറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പുഷ്പയുടെ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തിരുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ കുറച്ച് സിമിലർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സിമിലാരിറ്റി ഉള്ളൂ. പക്ഷെ അല്ലാതെ നമുക്കൊരു പുഷ്പ ഫീൽ കാട്ടാളന് കിട്ടുന്നില്ല. എല്ലാവർക്കും അറിയേണ്ടത് കാട്ടാളൻ ഒരു മാർക്കോ യൂണിവേഴ്സ് ആണോ എന്നാണ്. സിനിമയുടെ റിലീസിന് മുന്നേ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഇത് മാർക്കോ യൂണിവേഴ്സ് അല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ കാട്ടാളൻ കണ്ടപ്പോൾ ഇത് മാർക്കോ യൂണിവേഴ്സ് തന്നെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഒരുപാട് എലമെൻറ്റ്സ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് സിനിമയിലുണ്ടായിരുന്നു. അത് ഈവൻ ജഗദീഷിൻ്റെ ക്യാരക്ടറിലാണെങ്കിലും തുടക്കത്തിൽ വരുന്ന ഒരു നിസ്സഹായത ഫീലിംഗ് അല്ല പിന്നീട് നമ്മൾ സിനിമയിൽ കാണുന്നത് ടുവേർഡ്സ് ദ എൻഡ് വരുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും ഒരേ യൂണിവേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് മാർക്കോ യൂണിവേഴ്സ് ആണ് ഇത് എന്ന് ഉറപ്പിക്കാനുള്ള കുറച്ച് എലമെൻറ്റ്സ് സിനിമയുടെ എൻഡിൽ അവർ ആഡ് ചെയ്തിട്ടുമുണ്ട്. സിനിമയുടെ മേക്കിങ്ങിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ആ VFX ടെക്നിക്കൽ സൈഡിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ സിനിമ ഒരു നല്ല എക്സ്പീരിയൻസ് നൽകിയേനെ.